നമ്മളിന്ന് വരാലിനെ പിടിക്കാൻ വീടിനടുത്തുള്ള കണ്ടത്തിലേക്ക് വന്നേക്കുവാണ്. പുല്ല് വളർന്നു നിൽക്കുകയാണ്, അതുപോലെ വെള്ളം കുറവാണ്. വരാലെല്ലാം പുല്ലിനടിയിലാണ്. എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കാസ്റ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. 1-2 സ്ട്രൈക്ക് നമുക്ക് കിട്ടിയായിരുന്നു, പക്ഷേ വരാൽ കയറുന്ന ലക്ഷണമില്ല. അപ്പോൾ നമ്മളിന്ന് വരാലിനെ പിടിക്കുന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി കല്ലേമുട്ടിയെ പിടിക്കാം. കല്ലേമുട്ടിയെ പിടിക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. കുറച്ച് മൈദ ഉണ്ടെങ്കിൽ മൈദ ആട്ട എന്തെങ്കിലും മതി, ഇച്ചിരി കുഴച്ച് അല്ലെങ്കിൽ ബ്രെഡോ ഉണ്ടെങ്കിൽ ചറവറ അടിക്കും. ഇവിടെ കിട്ടിപ്പോയി ഗൈസ്. നമുക്ക് കുഴപ്പമില്ലാത്തൊരു 3-4 അനാവശ്യനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആവശ്യത്തേക്ക് ഇത് മതി, ധാരാളമാണ്. രക്ഷയില്ല. നമ്മളിതിനെ ഇന്ന് കുക്ക് ചെയ്യുന്നത് ഗ്രില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ വിത്ത് ലെമൺ ജ്യൂസ്, അതാണ് മാരിനേഷൻ. പിന്നെ നമ്മൾ പഴുത്ത കാന്താരി സ്റ്റഫ് ചെയ്യുന്നുണ്ട്. ആ ഗ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം ചാർക്കോളിനകത്തിട്ട് ഇതിനെ കരിച്ച് കളയില്ലേ. കരിച്ചാൽ അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞു പോകും, പിന്നെ ഫിഷ് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് നമ്മളൊരു മാക്സിമം ഒരു 5 to 10 minutes മതിയാവും. ഫിഷ് നന്നായിട്ട് കുക്കാവും. ഫിഷ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ലെമൺ മിൻറ്റ് മൊയ്ത്തോ ഉണ്ടാക്കാം. നമ്മൾ ലൈം വെഡ്ജാണ് കട്ട് ചെയ്യാൻ പോകുന്നത് മൊയ്ത്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെർജിൻ മൊയ്ത്തോ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ലൈം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊയ്ത്തോയ്ക്ക് ലൈം കട്ട് ചെയ്യുന്നത്. നാല് പീസ് ലെമൺ വെഡ്ജ് ഇതിനെ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യും. ഇത് നമ്മൾ മഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. മഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. നമ്മൾ ഒരുപാട് നമ്മൾ സ്ക്യൂസ് ചെയ്ത് മഡിൽ ചെയ്ത് മറ്റേ ആ കൈപ്പരസം എടുക്കരുത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലെ ജ്യൂസ് ഒന്ന് വെളി വരാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വേണ്ടത് ഫ്രഷ് മിൻറ്റ് ലീവ്സ് ആണ്. കുറച്ച് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് ആ മിൻറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് ഔട്ടാകാൻ വേണ്ടി ജസ്റ്റ് ജെൻറ്റിലായിട്ടൊന്ന് മഡിൽ ചെയ്യുക. സിറപ്പിന് പകരം ട്രിപ്പിൾ സെക്കാണ് ഉപയോഗിക്കുന്നത്. ഫ്ലേവേഡ് ഷുഗർ ഇതാണ്, ഇത് നോൺ ആൽക്കഹോളിക്കാണ്, ഇത് ആൽക്കഹോളല്ല. അപ്പോൾ നമ്മളിതൊരു 90 ml. ഇത് നമ്മൾ ബാർ സ്പൂൺ ഉപയോഗിച്ചതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ സോഡ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ട നമുക്ക് ഐസാണ്, ഫ്രഷ് ഐസ് ഉപയോഗിക്കുന്നത്.
ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ലാംഗ്വേജ്, പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്. ഈ മിൻറ്റ് ലീവ്സ് നമ്മൾ ഇതിനകത്ത് ഇറക്കി വെക്കുന്നു. അപ്പോൾ നമ്മുടെ മുഴുത്ത റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ മീൻ വെന്താൽ നമുക്കത് കഴിക്കാം. നമ്മളൊരു മീനെടുത്ത് നോക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയിപ്പോകും. നല്ല ചൂടുള്ള കപ്പയും വാഴയിൽ ഗ്രില്ല് ചെയ്ത കല്ലേമുട്ടയും കഴിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.